US ധിക്കാരത്തിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് യമനിലെ ഹൂതികൾ. US ഹൂതികൾക്ക് നേരെ വ്യോമാക്രമണം തുടരുമ്പോഴാണ് ഹൂതികളും തിരിച്ചടിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച US മറ്റൊരു IQ-9 റീപ്പർ ഡ്രോൺ കൂടി വെടിവെച്ചിട്ടതായി യമൻ സായുധ ഗ്രൂപ്പ് അവകാശപ്പെട്ടു. യമന്റെ തലസ്ഥാനമായ സനയിലും ഹൂതികളുടെ ശക്തി കേന്ദ്രമായ സാദയിലും വ്യോമാക്രമണം നടന്നതിന് പിന്നാലെയാണ് ഹൂതികൾ ഡ്രോണിനെ തകർത്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാരിബ് ഗവർണറേറ്റിൽ വെച്ച് ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായാണ് ഹൂതികൾ അവകാശപ്പെടുന്നത്. ഡ്രോൺ കത്തുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഡ്രോൺ വെടിവെച്ചിട്ടതായി ഒരു യമൻ പൗരനും അവകാശപ്പെടുന്നു. ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി ഡ്രോൺ വെടിവെച്ചിട്ടതായി വീഡിയോ സന്ദേശത്തിൽ അവകാശപ്പെട്ടു. പ്രാദേശികമായി നിർമ്മിച്ച മിസൈൽ ഉപയോഗിച്ചാണ് ഡ്രോണിനെ തകർത്തതെന്നും യഹ്യ സാരി വ്യക്തമാക്കി. വിമാനങ്ങളെ വെടിവെക്കാൻ കഴിവുള്ള ഇറാന്റെ 358 പോലുള്ള ഉപരിതല വായു മിസൈൽ ഹൂതികളുടെ പക്കലുണ്ടെന്നും ഹൂതി വക്താവ് അവകാശപ്പെട്ടു. മാർച്ച് 15-നാണ് US യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. ആക്രമണങ്ങളിലൂടെ ഹൂതികൾക്കും അവരെ പിന്തുണയ്ക്കുന്ന ഇറാനും മുന്നറിയിപ്പ് നൽകിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഹൂതികൾക്ക് കനത്ത നാശം വിതച്ചതായി ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹൂതികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പും ട്രംപ് നൽകി. US കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുക, അങ്ങനെ ചെയ്താൽ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണവും നിർത്തും, അല്ലെങ്കിൽ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, യഥാർത്ഥ വേദന വരാനിരിക്കുന്നതേ ഉള്ളൂ, ഹൂതികൾക്കും അവരുടെ സ്പോൺസർമാരായ ഇറാനും ട്രംപ് കുറിച്ചു. അതിനിടെ ഇറാനെ വെല്ലുവിളിച്ച് ട്രംപ് രംഗത്ത് വന്നു. US ആണവായുധ കരാറിൽ ഏർപ്പെടാൻ വിസമ്മതിച്ചാൽ ഇറാനിൽ ബോംബുകൾ വർഷിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ പശ്ചിമേഷ്യയിലെ എല്ലാ US കേന്ദ്രങ്ങളും തകർക്കുമെന്നും ഇറാൻ തിരിച്ചടിച്ചു. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഡീഗോ ഗാർസിയയിലെ US സൈനിക താവളവും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നാവിക താവളവും ആക്രമിക്കുമെന്നാണ് ഇറാൻ ഭീഷണിപ്പെടുത്തിയത്. ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്നും മിസൈൽ ശേഷി പരിമിതപ്പെടുത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാന്റെ ഭീഷണി.